ഹായ് എല്ലാവർക്കും ബ്ലൂട്ടോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ 2024 മന്ത്ലി കറണ്ട് അഫേഴ്സാണ്. അതിൽ ഫെബ്രുവരി മാസത്തിലെ കറണ്ട് അഫേഴ്സാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണ്, ChatGPT നിർമ്മാതാക്കളായ ഓപ്പൺ AI അവതരിപ്പിച്ച ടെക്സ്റ്റ് ടു വീഡിയോ മോഡൽ ഏതാണ്? സോറയാണ്. ഇപ്പോൾ ChatGPT നിർമ്മാതാക്കളായ ഓപ്പൺ AI അവതരിപ്പിച്ച ടെക്സ്റ്റ് ടു വീഡിയോ മോഡൽ ഏതാണ്? സോറയാണ്. അയനം സാംസ്കാരിക വേദിയുടെ എ അയ്യപ്പൻ കവിതാ പുരസ്കാരത്തിന് അർഹയായ വ്യക്തി അനിത തമ്പിയാണ്. അപ്പോൾ അയനം സാംസ്കാരിക വേദിയുടെ എ അയ്യപ്പൻ കവിതാ പുരസ്കാരത്തിന് ആരാണ് അർഹനായത്? അത് അനിത തമ്പിയാണ്. മത്സ്യഫെഡിൻ്റെ സംസ്ഥാനത്തെ ആദ്യ നൈലോൺ നൂൽ ഫാക്ടറി വന്ന എവിടെയാണ്? പരവൂരിലാണ്. അപ്പോൾ മത്സ്യഫെഡിൻ്റെ സംസ്ഥാനത്തെ ആദ്യ നൈലോൺ നൂൽ ഫാക്ടറി എവിടെ വന്നു? അത് പരവൂരിലാണ് വന്നത്. കലാനിധി രാജാ രവിവർമ്മ സുവർണമുദ്ര കലാശ്രേഷ്ഠ പുരസ്കാര ജേതാവ് അത് മധുവാണ്. അപ്പോൾ കലാനിധി രാജാ രവിവർമ്മ സുവർണമുദ്ര കലാശ്രേഷ്ഠ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? മധുവിനാണ് ലഭിച്ചത്. ആദിവാസി സമൂഹത്തിൽ നിന്ന് സിവിൽ ജഡ്ജിയാകുന്ന ആദ്യ വനിത ശ്രീപതിയാണ്. അപ്പോൾ ആദിവാസി സമൂഹത്തിൽ നിന്ന് സിവിൽ ജഡ്ജിയാകുന്ന ആദ്യ വനിത ആരാണ്? അത് ശ്രീപതിയാണ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ജില്ല അത് കാസർഗോഡാണ്. ഇപ്പോൾ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ജില്ല ഏതാണ്? അത് കാസർഗോഡാണ്. സ്കൂളുകളിൽ കുട്ടികൾ കൃത്യമായി വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുവാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിക്കുന്ന സംവിധാനം വാട്ടർ ബെല്ലാണ്. അപ്പോൾ സ്കൂളുകളിൽ കുട്ടികൾ കൃത്യമായി വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുവാനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിക്കുന്ന സംവിധാനം ഏതാണ്? വാട്ടർ ബെല്ലാണ്. 2023 58ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ഗുൽസാർ ആണ്. ഇപ്പോൾ 2023 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം അപ്പോൾ 2 പേർക്കാണ് ലഭിച്ചത്. ആർക്കൊക്കെയാണ്? ഗുൽസാറിനും സ്വാമി രാമഭദ്രാചാര്യയ്ക്കും. അപ്പോൾ 2023 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം ആർക്കൊക്കെ ലഭിച്ചു? ഗുൽസാറിനും സ്വാമി രാമഭദ്രാചാര്യയ്ക്കും. 2023 ഡിസംബർ മാസത്തിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ് മന്ത്രിമാർക്ക് ജില്ലകളുടെ രക്ഷാധികാരിയുടെ ചുമതല നൽകിയത്? അത് തെലങ്കാനയാണ്. അപ്പോൾ 2023 ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ് മന്ത്രിമാർക്ക് ജില്ലകളുടെ രക്ഷാധികാരിയുടെ ചുമതല നൽകിയത്? അത് തെലങ്കാനയാണ്. ഇന്ത്യയിലെ ആദ്യ AI സിറ്റിയായി വികസിപ്പിക്കുന്ന നഗരം അത് ലക്നൗവാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ AI സിറ്റിയായിട്ട് വികസിപ്പിക്കുന്ന നഗരം ഏതാണ്? അത് ലക്നൗവാണ്. ബസ്സുകൾ എവിടെ എത്തിയെന്ന് കണ്ടെത്തുവാനുള്ള ട്രാക്കിംഗ് സൗകര്യവും ഡിജിറ്റലായി പണം നൽകി ടിക്കറ്റ് എടുക്കുവാനുള്ള KSRTCയുടെ പുതിയ സംവിധാനം ചലോ ആപ്പാണ്. അപ്പോൾ ബസ്സുകൾ എവിടെ എത്തിയെന്ന് കണ്ടെത്തുവാനുള്ള ട്രാക്കിംഗ് സൗകര്യവും ഡിജിറ്റലായി പണം നൽകി ടിക്കറ്റ് എടുക്കുവാനുള്ള KSRTCയുടെ പുതിയ സംവിധാനവും അതേതാണ്? അത് ചലോ ആപ്പാണ്. ഇരുചക്രവാഹനങ്ങൾ ദൂരസ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി KSRTC ആരംഭിക്കുന്ന പദ്ധതി ബൈക്ക് എക്സ്പ്രസ് ആണ്. അപ്പോൾ ഇരുചക്രവാഹനങ്ങൾ ദൂരസ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി KSRTC ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? ബൈക്ക് എക്സ്പ്രസ് ആണ്. അന്റാർട്ടിക്കയിൽ നിലവിൽ വരുന്ന ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രം മൈത്രിയാണ്. അപ്പോൾ അന്റാർട്ടിക്കയിൽ നിലവിൽ വരുന്ന ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രം ഏതാണ്? അത് മൈത്രിയാണ്. അത് മൈത്രി 2 ആണ്. അപ്പോൾ അന്റാർട്ടിക്കയിൽ നിലവിൽ വരുന്ന ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രം ഏതാണ്? അത് മൈത്രി 2 ആണ്. 2023 1800-ലധികം വർഷം പഴക്കമുള്ള മഹാശിലാസ്മാരകങ്ങളായ ചെങ്കല്ലറകൾ കണ്ടെത്തിയ ജില്ല കാസർഗോഡാണ്. ഇപ്പോൾ 2023 1800-ലധികം വർഷം പഴക്കമുള്ള മഹാശിലാസ്മാരകമായ ചെങ്കല്ലറകൾ കണ്ടെത്തിയ ജില്ല ഏതാണ്? അത് കാസർഗോഡാണ്. കേരളത്തിലെ പുതിയ വ്യവസായ വകുപ്പ് സെക്രട്ടറി ആരാണ്? ബിജു പ്രഭാകറാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ പുതിയ വ്യവസായ വകുപ്പ് സെക്രട്ടറി ആരാണ്? ബിജു പ്രഭാകറാണ്. ഇന്ത്യൻ കരസേനയുടെ ഉപമേധാവി ഉപേന്ദ്ര ദ്വിവേദിയാണ്. അപ്പോൾ ഇന്ത്യൻ കരസേനയുടെ ഉപമേധാവി ആരാണ്? ഉപേന്ദ്ര ദ്വിവേദി. ഇന്ത്യയിലെ ആദ്യ ഹെലികോപ്റ്റർ എമർജൻസി മെഡിക്കൽ സർവീസ് ആരംഭിച്ച സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ഹെലികോപ്റ്റർ എമർജൻസി മെഡിക്കൽ സർവീസ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? അത് ഉത്തരാഖണ്ഡാണ്. 71ാമത് മിസ് വേൾഡ് മത്സരത്തിൻ്റെ വേദി ഇന്ത്യയാണ്. അപ്പോൾ 71ാമത് മിസ് വേൾഡ് മത്സരത്തിൻ്റെ വേദി എവിടെയാണ്? ഇന്ത്യയാണ്. ആഫ്രിക്കയിലെ ആദ്യ ഗ്രീൻ ഗെയിം ഉച്ചകോടിയുടെ വേദി നെയ്റോബിയാണ്. അപ്പോൾ ആഫ്രിക്കയിലെ ആദ്യ ഗ്രീൻ ഗെയിം ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? നെയ്റോബിയാണ്. തടി കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യ ഉപഗ്രഹം ലെഗ്നോസാറ്റ് പ്രോബാണ്. അപ്പോൾ ജപ്പാനാണ് നിർമ്മിച്ചത്.
അപ്പോൾ തടി കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യ ഉപഗ്രഹം ഏതാണ്? അത് ലിഗ്നോസാറ്റ് പ്രോബാണ്. നിർമ്മിച്ച രാജ്യം ഏതാണ്? ജപ്പാനാണ്. അന്തരിച്ച കലാമണ്ഡലം കേശവൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കലാമണ്ഡലം കേശവൻ ഏത് കലാരൂപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അദ്ദേഹം കഥകളിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അടുത്തിടെ അന്തരിച്ച കലാമണ്ഡലം കേശവൻ ഏത് കലാരൂപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. VKC ഗ്രൂപ്പ് സ്ഥാപനങ്ങളുടെ ചെയർമാനായ VKC മുഹമ്മദ് കോയയുടെ ആത്മകഥ ഇനിയും നടക്കാം. അപ്പോൾ VKC ഗ്രൂപ്പ് സ്ഥാപനങ്ങളുടെ ചെയർമാനായ VKC മുഹമ്മദ് കോയയുടെ ആത്മകഥ എന്താണ്? ഇനിയും നടക്കാം. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതമാസ്പദമാക്കി ഗുരുവിൻ്റെ വഴിയിൽ എന്ന പുസ്തകം രചിച്ച വ്യക്തി ഡോക്ടർ ഓമന ഗംഗാധരനാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതമാസ്പദമാക്കി ഗുരുവിൻ്റെ വഴിയിൽ എന്ന പുസ്തകം രചിച്ച ആരാണ്? ഡോക്ടർ ഓമന ഗംഗാധരനാണ്. ജൽജീവൻ മിഷൻ്റെ ഭാഗമായി 100% ഹൗസ് ഹോൾഡ് ടാപ്പ് കണക്ഷൻ നേടിയ ആദ്യ വടക്ക് കിഴക്കൻ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. അപ്പോൾ ജൽജീവൻ മിഷൻ്റെ ഭാഗമായി 100% ഹൗസ് ഹോൾഡ് ടാപ്പ് കണക്ഷൻ നേടിയ ആദ്യ വടക്ക് കിഴക്കൻ സംസ്ഥാനം ഏതാണ്? അത് അരുണാചൽ പ്രദേശാണ്. ദക്ഷിണേഷ്യൻ മേഖലയിലെ പക്ഷി സംരക്ഷണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് ബീഹാർ സർക്കാർ പുറത്തിറക്കിയ പ്രഖ്യാപനം അത് പാട്ന പ്രഖ്യാപനമാണ്. അപ്പോൾ ദക്ഷിണേഷ്യൻ മേഖലയിലെ പക്ഷി സംരക്ഷണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് ബീഹാർ സർക്കാർ പുറത്തിറക്കിയ പ്രഖ്യാപനം എന്താണ്? പാട്ന പ്രഖ്യാപനം. ഇന്ത്യ എനർജി വീക്ക് 2024 വേദി ഗോവയാണ്. ഇന്ത്യ എനർജി വീക്ക് 2024 വേദി എവിടെയാണ്? ഗോവയിലാണ്. അപ്പോൾ ഇന്ത്യ എനർജി വീക്ക് 2024 വേദി എവിടെയാണ്? അത് ഗോവയിലാണ്. അടുത്തിടെ പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതി ലഭിച്ച വധവൻ തുറമുഖം നിലവിൽ വരുന്ന സംസ്ഥാനം എവിടെയാണത്? അത് മഹാരാഷ്ട്രയിലാണ്. അപ്പോൾ അടുത്തിടെ പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതി ലഭിച്ച വധവൻ തുറമുഖം നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. അടുത്തിടെ ദക്ഷിണ കൊറിയ വികസിപ്പിച്ച പുതിയ നെല്ലിനം ഏതാണ്? മീറ്റി റൈസാണ്. അപ്പോൾ അടുത്തിടെ ദക്ഷിണ കൊറിയ വികസിപ്പിച്ച പുതിയ നെല്ലിനം ഏതാണ്? മീറ്റി റൈസാണ്. ഉത്തേജക മരുന്ന് പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് അടുത്തിടെ വിലക്ക് ലഭിച്ച ഇന്ത്യൻ താരങ്ങൾ നിർമ്മല ഷിയോറനും രചന കുമാരിക്കും. അപ്പോൾ ഉത്തേജക മരുന്ന് പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് അടുത്തിടെ വിലക്ക് ലഭിച്ച ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയാണ്? നിർമ്മലയും രചനയും. അപ്പോൾ അടുത്ത ചോദ്യം, ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ലോകത്തെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് ഏത് രാജ്യത്തിൻ്റെയാണ്? അത് ഫ്രാൻസിൻ്റെയാണ്. അപ്പോൾ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് ഏത് രാജ്യത്തിൻ്റെയാണ്? അത് ഫ്രാൻസിൻ്റെയാണ്. ഏറ്റവും ദുർബലമായ പാസ്പോർട്ട് ഏത് രാജ്യത്തെയാണ്? അത് അഫ്ഗാനിസ്ഥാൻ്റെയാണ്. അപ്പോൾ ഏറ്റവും ദുർബലമായ പാസ്പോർട്ട് ഏത് രാജ്യത്തെയാണ്? അഫ്ഗാനിസ്ഥാൻ്റെയാണ്. പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികളെ ക്ഷയരോഗ വിമുക്തമാക്കുന്നതിന് വേണ്ടി അക്ഷയ ജ്യോതി പദ്ധതി ആരംഭിച്ച ജില്ല പാലക്കാടാണ്. അപ്പോൾ പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികളെ ക്ഷയരോഗ വിമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് അക്ഷയ ജ്യോതി പദ്ധതി ആരംഭിച്ച ജില്ല ഏതാണ്? അത് പാലക്കാടാണ്. ഇൻ്റർനാഷണൽ ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ്റെ ഗവേണിംഗ് ബോർഡ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരി വിറ്റ ഡാനിയാണ്. അപ്പോൾ ഇൻ്റർനാഷണൽ ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ്റെ ഗവേണിംഗ് ബോർഡ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരി ആരാണ്? വിറ്റ ഡാനിയാണ്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ വിമാനത്താവളത്തിനുള്ള യുനെസ്കോയുടെ പ്രിക്സ് വെർസെയിലസ് പുരസ്കാരത്തിന് അർഹമായ രാജ്യത്തെ ആദ്യ വിമാനത്താവളം ബംഗളൂരുവിലെ കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും മനോഹരമായ വിമാനത്താവളത്തിനുള്ള യുനെസ്കോയുടെ പ്രിക്സ് വെർസെയിലസ് പുരസ്കാരത്തിന് അർഹമായ രാജ്യത്തെ ആദ്യ വിമാനത്താവളം ഏതാണ്? അത് ബംഗളൂരുവിലെ കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. സ്വവർഗ വിവാഹം നിയമപരമാക്കുന്ന ആദ്യ ക്രിസ്ത്യൻ ഓർത്തഡോക്സ് രാജ്യം ഗ്രീസാണ്. അപ്പോൾ സ്വവർഗ വിവാഹം നിയമപരമാക്കുന്ന ആദ്യ ക്രിസ്ത്യൻ ഓർത്തഡോക്സ് രാജ്യം ഏതാണ്? അത് ഗ്രീസാണ്. നീതി ആയോഗിൻ്റെ പദ്ധതിയായ അടൽ ടിങ്കറിംഗ് ലാബിൻ്റെ പാഠ്യേതര പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർമ്മിച്ച കേരളത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധ്യാപിക ആരാണ്? ഐറിസാണ്. അപ്പോൾ നീതി ആയോഗിൻ്റെ പദ്ധതിയായ അടൽ ടിങ്കറിംഗ് ലാബിൻ്റെ പാഠ്യേതര പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർമ്മിച്ച കേരളത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധ്യാപികയാരാണ്? അത് ഐറിസാണ്. കേരളത്തിലെ ആദ്യത്തെ AI സ്കൂൾ ഏതാണ്?
അത് തിരുവനന്തപുരം ജില്ലയിലെ ശാന്തിഗിരി വിദ്യാഭവനാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്കൂൾ ഏതാണ്? അത് തിരുവനന്തപുരം ജില്ലയിലെ ശാന്തിഗിരി വിദ്യാഭവനാണ്. കേന്ദ്ര സർവകലാശാലയുടെ പുതിയ ആസ്ഥാന മന്ദിരം ആരുടെ പേരിൽ നാമകരണം ചെയ്തിരിക്കുന്നു? ഡോക്ടർ BR അംബേദ്കറുടെ പേരിലാണ് നാമകരണം ചെയ്യുന്നത്. അപ്പോൾ കേന്ദ്ര സർവകലാശാലയുടെ പുതിയ ആസ്ഥാന മന്ദിരം ആരുടെ പേരിലാണ് നാമകരണം ചെയ്തിരിക്കുന്നത്? അത് ഡോക്ടർ BR അംബേദ്കറുടെ പേരിലാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ജില്ല അത് കാസർഗോഡാണ്. അപ്പോൾ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ജില്ല ഏതാണ്? കാസർഗോഡ്. സൊമിൻസായി ഉത്സവം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജപ്പാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സൊമിൻസായി ഉത്സവം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജപ്പാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സാമൂഹിക നീതി വകുപ്പിൻ്റെ സഹായത്തോടെ സംസ്ഥാനത്ത് വയോജനങ്ങൾക്കായി നിലവിൽ വരുന്ന പെയ്ഡ് വാസസ്ഥലങ്ങൾ ബയോ സെൻ്ററുകൾ. അപ്പോൾ സാമൂഹിക നീതി വകുപ്പിൻ്റെ സഹായത്തോടെ സംസ്ഥാനത്ത് വയോജനങ്ങൾക്കായി നിലവിൽ വരുന്ന പെയ്ഡ് വാസസ്ഥലങ്ങൾ ഏതൊക്കെയാണ്? അവയെ ബയോ സെൻ്ററുകളെന്ന് അറിയപ്പെടുന്നു. പൊതുജന സേവനത്തിനുള്ള ഓൺലൈൻ പോർട്ടലായ ഡിസ്ട്രിക്റ്റ് ഫലപ്രദമായി ഉപയോഗിക്കുന്നില്ല എന്ന പരാതിയെ തുടർന്ന് വിജിലൻസ് സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളിൽ നടത്തിയ പരിശോധന എന്താണ്? അതാണ് ഓപ്പറേഷൻ സുതാര്യത. ലക്ഷദ്വീപിലെ മിനിക്കോയിൽ സ്ഥാപിക്കുന്ന പുതിയ നാവികത്താവളം ഏതാണ്? INS ജടായുവാണ്. അപ്പോൾ ലക്ഷദ്വീപിലെ മിനിക്കോയിൽ സ്ഥാപിക്കുന്ന പുതിയ നാവികത്താവളം ഏതാണ്? INS ജടായു. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേ പാലം എവിടെയാണ്? ഗുജറാത്തിലെ സുദർശൻ സേതു പാലമാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേ പാലം ഏതാണ്? സുദർശൻ സേതു പാലം. എവിടെയാണ്? ഗുജറാത്തിലാണ്. BBC-യുടെ പുതിയ ചെയർമാൻ ആരാണ്? സമീർ ഷായാണ്. അപ്പോൾ BBC-യുടെ പുതിയ ചെയർമാൻ ആരാണ്? സമീർ ഷാ. ലോകബാങ്കിൻ്റെ ഗ്ലോബൽ എൻവയോൺമെൻറ്റ് ഫെസിലിറ്റിയുടെ ഇൻഡിപെൻഡൻസ് ഇവാലുവേഷൻ ഓഫീസ് ഡയറക്ടറായി അടുത്തിടെ നിയമിതനായ ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധ ആരാണ്? ഗീതാ ബത്രയാണ്. ഇപ്പോൾ ലോകബാങ്കിൻ്റെ ഗ്ലോബൽ എൻവയോൺമെൻറ്റ് ഫെസിലിറ്റിയുടെ ഇൻഡിപെൻഡൻസ് ഇവാലുവേഷൻ ഓഫീസ് ഡയറക്ടറായി അടുത്തിടെ നിയമിതയായ ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധ ആരാണ്? ഗീതാ ബത്രയാണ്. 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി പ്രഖ്യാപിച്ച ആൻജിനോ ട്രിബ്യൂട്ട് പുരസ്കാരത്തിന് അർഹനായത് സന്തോഷ് ശിവനാണ്. അപ്പോൾ 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി പ്രഖ്യാപിച്ച ആൻജിനോ ട്രിബ്യൂട്ട് പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? സന്തോഷ് ശിവനാണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം ഏതാണ്? അത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം ഏതാണ്? കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ്. ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനികാഭ്യാസമായ ധർമ്മ ഗാർഡിയൻ 2024 വേദി രാജസ്ഥാനാണ്. അപ്പോൾ ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനികാഭ്യാസമായ ധർമ്മ ഗാർഡിയൻ 2024 വേദി എവിടെയാണ്? രാജസ്ഥാൻ. കേരളത്തിലെ ആദ്യ കൂൺ ഗ്രാമം ഉദ്ഘാടനം ചെയ്ത എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ നന്ദിയോടിലാണ്. കേരളത്തിലെ ആദ്യ കൂൺ ഗ്രാമം എവിടെ ഉദ്ഘാടനം ചെയ്തു? തിരുവനന്തപുരം ജില്ലയിലെ നന്ദിയോടിൽ ഉദ്ഘാടനം ചെയ്തു. പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതെന്ന് മുതലാണ്? 2024 ജൂലൈ 1 മുതലാണ്. പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതെന്ന് മുതലാണ്? 2024 ജൂലൈ 1 മുതൽ. സ്തനാർബുദം നേരത്തെ കണ്ടെത്തുന്നതും തടയുന്നതും ലക്ഷ്യമിട്ടുകൊണ്ട് സവേര പ്രോഗ്രാം ആരംഭിച്ച സംസ്ഥാനം ഹരിയാനയാണ്. അപ്പോൾ സ്തനാർബുദം നേരത്തെ കണ്ടെത്തുന്നതിനും തടയുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ട് സവേര പ്രോഗ്രാം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? അത് ഹരിയാനയാണ്. 2024 G20 വിദേശകാര്യമന്ത്രിമാരുടെ മീറ്റിങ്ങിന് വേദിയാകുന്ന എവിടെയാണ്? റിയോ ഡി ജനീറോയിലാണ്. അപ്പോൾ 2024 G20 വിദേശകാര്യമന്ത്രിമാരുടെ മീറ്റിങ്ങിന് വേദിയാകുന്ന എവിടെയാണ്? റിയോ ഡി ജനീറോ. ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് 2024 വേദി എവിടെയാണ്? ജമ്മു കാശ്മീരിലും ലഡാക്കിലുമാണ്. അപ്പോൾ ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് 2024 വേദി എവിടെയാണ്? ജമ്മു ആൻഡ് ലഡാക്കാണ്. അപ്പോൾ 2024 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് ജേതാക്കൾ ആരാണ്? അത് ഇന്ത്യൻ ആർമിയാണ്. അപ്പോൾ 2024 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് ജേതാക്കളായതാരാണ്? ഇന്ത്യൻ ആർമിയാണ്. പ്രശസ്ത ഇന്ത്യൻ ചലച്ചിത്ര താരം നമ്മുടെ ഫെബ്രുവരി മാസത്തിൽ മരിച്ചു. ആരാണ്? കുമാർ സാഹ്നിയാണ്. അപ്പോൾ കുമാർ സാഹ്നി എന്തിൽ പ്രശസ്തനാണ്? അദ്ദേഹം ഒരു ചലച്ചിത്ര താരമാണ്. രാജ്യത്താദ്യമായി ജില്ലാതല ആൻറ്റിബയോഗ്രാം പുറത്തിറക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അപ്പോൾ രാജ്യത്താദ്യമായിട്ട് ജില്ലാതല ആൻറ്റിബയോഗ്രാം പുറത്തിറക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. രാജ്യത്തെ ഏറ്റവും നീളമുള്ള റെയിൽവേ തുരങ്കപാത പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത എവിടെയാണ്?
ജമ്മു കാശ്മീരിലാണ്. ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും നീളമുള്ള റെയിൽവേ തുരങ്കപാത പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത് എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്. മുതിർന്ന പൗരന്മാർക്കായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും ഒരു കുടക്കീഴിലാക്കുന്നതിനായി നിലവിൽ വന്ന പദ്ധതി അടൽ വയോ അഭ്യുദയ് യോജനയാണ്. അപ്പോൾ മുതിർന്ന പൗരന്മാർക്കായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും ഒരു കുടക്കീഴിലാക്കുന്നതിനായി നിലവിൽ വന്ന പദ്ധതി ഏതാണ്? അടൽ വയോ അഭ്യുദയ് യോജനയാണ്. ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ ഓർമ്മയ്ക്കായി ലൈബ്രറി നിലവിൽ വരുന്ന ജില്ലാ കോടതി പത്തനംതിട്ടയാണ്. അപ്പോൾ ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ ഓർമ്മയ്ക്കായി ലൈബ്രറി നിലവിൽ വരുന്ന ജില്ലാ കോടതി ഏതാണ്? പത്തനംതിട്ട. 2024 38ാമത് മുലൂർ പുരസ്കാര ജേതാവ് കെ രാജഗോപാലാണ്. അപ്പോൾ 2024 38ാമത് മുലൂർ പുരസ്കാര ജേതാവാരാണ്? കെ രാജഗോപാലാണ്. പരീക്ഷാ സമ്മർദ്ദം അനുഭവിക്കുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഹയർ സെക്കൻഡറി വിഭാഗം ആരംഭിച്ച ടെലി കൗൺസിലിംഗ് പദ്ധതി ഏതാണ്? വി ഹെൽപ്പാണ്. പരീക്ഷാ സമ്മർദ്ദം അനുഭവിക്കുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഹയർ സെക്കൻഡറി വിഭാഗം ആരംഭിച്ച ടെലി കൗൺസിലിംഗ് പദ്ധതി ഏതാണ്? വി ഹെൽപ്പ്. ഇന്ത്യയിലെ ആദ്യ വനിതാ പിച്ച് ക്യൂറേറ്റർ ആരാണ്? ജസീന്ത കല്യാണാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ വനിതാ പിച്ച് ക്യൂറേറ്റർ ആരാണ്? ജസീന്ത കല്യാൺ. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഇന്ത്യ ആഭ്യന്തരമായി വികസിപ്പിച്ച ChatGPT മാതൃകയിലുള്ള സംവിധാനം ഏതാണ്? ഹനുമാനാണ്. അപ്പോൾ ഈ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഇന്ത്യ ആഭ്യന്തരമായി വികസിപ്പിച്ച ChatGPT മാതൃകയിലുള്ള സംവിധാനം ഏതാണ്? ഹനുമാൻ. ഗൂഗിൾ പ്ലേ സ്റ്റോറിന് ബദലായി ഫിൻടെക് കമ്പനിയായ ഫോൺപേ പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ ഇൻഡസ് ആപ്പ് സ്റ്റോറാണ്. ഇപ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിന് ബദലായി ഫിൻടെക് കമ്പനിയായ ഫോൺപേ പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ ഏതാണ്? ഇൻഡസ് ആപ്പ് സ്റ്റോറാണ്. 2024 ലോക്പാൽ അധ്യക്ഷനായി നിയമിതനായ വ്യക്തി ജസ്റ്റിസ് AM ഖാൻവിൽക്കറാണ്. 2024 ലോക്പാൽ അധ്യക്ഷനായി നിയമിതനായത് ആരാണ്? ജസ്റ്റിസ് AM ഖാൻവിൽക്കറാണ്. 2023 ഓഷ്യൻ ഗ്ലോബ് പായ്വഞ്ചിയോട്ട മത്സരത്തിൽ പങ്കെടുക്കുന്ന മലയാളി ധന്യ പൈലോയാണ്. 2023 ഓഷ്യൻ ഗ്ലോബ് പായ്വഞ്ചിയോട്ട മത്സരത്തിൽ പങ്കെടുത്ത മലയാളി ആരാണ്? ധന്യ പൈലോയാണ്. മിഷൻ റെയിൻബോ 2024 എന്ന പേരിൽ 7 മേഖലകളുടെ വളർച്ച ലക്ഷ്യമാക്കിയുള്ള 100 ദിന കർമ്മ പരിപാടി നടപ്പിലാക്കുന്ന ബാങ്ക് കേരള ബാങ്കാണ്. അപ്പോൾ മിഷൻ റെയിൻബോ 2024 എന്ന പേരിൽ 7 മേഖലകളുടെ വളർച്ച ലക്ഷ്യമാക്കിയിട്ടുള്ള 100 ദിന കർമ്മ പരിപാടി നടപ്പാക്കുന്ന ബാങ്ക് ഏതാണ്? അത് കേരള ബാങ്കാണ്. സീറോ ഡിസ്ക്രിമിനേഷൻ ഡേ എന്നായിട്ട് ആചരിക്കുന്നു മാർച്ച് 1-നാണ്. അപ്പോൾ സീറോ ഡിസ്ക്രിമിനേഷൻ ഡേ എന്നാണ് മാർച്ച് 1-നാണ്. അപ്പോൾ ഫെബ്രുവരി മാസത്തിൽ കറണ്ട് അഫേഴ്സിൻ്റെ കംപ്ലീറ്റ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇത്രയും പറഞ്ഞ ചോദ്യങ്ങൾ നമുക്കൊന്നുകൂടി റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ അങ്ങ് നിർത്താം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ചോദ്യം എന്താണ്? ഇന്ത്യ എനർജി വീക്ക് 2024 വേദി എവിടെയാണ്? ഗോവയിലാണ്. അടുത്തിടെ പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതി ലഭിച്ച വധവൻ തുറമുഖം നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. അടുത്തിടെ ദക്ഷിണ കൊറിയ വികസിപ്പിച്ച പുതിയ നെല്ലിനം ഏതാണ്? മെറ്റി റൈസ്. ഉത്തേജക മരുന്ന് പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് അടുത്തിടെ വിലക്ക് ലഭിച്ച ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയാണ്? നിർമ്മല ഷിയോറനും രചന കുമാരിയും. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2024 ഏറ്റവും ശക്തമായ പാസ്പോർട്ട് ഏത് രാജ്യത്തിൻ്റെയാണ്? ഫ്രാൻസിൻ്റെയാണ്. ഏറ്റവും ദുർബലമായത് ഏത് രാജ്യത്തെയാണ്? അഫ്ഗാനിസ്ഥാൻ്റെയാണ്. പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികളെ ക്ഷയരോഗ വിമുക്തരാക്കുന്നതിന് വേണ്ടി അക്ഷയ ജ്യോതി പദ്ധതി ആരംഭിച്ച ജില്ല ഏതാണ്? പാലക്കാട്. ഇൻ്റർനാഷണൽ ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ്റെ ഗവേണിംഗ് ബോർഡ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരി ആരാണ്? വിറ്റ ഡാനിയാണ്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ വിമാനത്താവളത്തിനുള്ള യുനെസ്കോയുടെ പ്രിക്സ് വെർസൈലസ് പുരസ്കാരത്തിന് അർഹമായ രാജ്യത്തെ ആദ്യ വിമാനത്താവളം ഏതാണ്? അത് ബംഗളൂരുവിലെ കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. സ്വവർഗ വിവാഹം നിയമപരമാക്കുന്ന ആദ്യ ക്രിസ്ത്യൻ ഓർത്തഡോക്സ് രാജ്യം ഗ്രീസാണ്. നീതി ആയോഗിൻ്റെ പദ്ധതിയായ അടൽ ടിങ്കറിംഗ് ലാബിൻ്റെ പാഠ്യേതര പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർമ്മിച്ച കേരളത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധ്യാപികയാരാണ്? ഐറിസാണ്. കേരളത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്കൂൾ ഏതാണ്? തിരുവനന്തപുരം ജില്ലയിലെ ശാന്തിഗിരി വിദ്യാഭവനാണ്. കേന്ദ്ര സർവകലാശാലയുടെ പുതിയ ആസ്ഥാന മന്ദിരം ആരുടെ പേരിലാണ് നാമകരണം ചെയ്തിട്ടുള്ളത്? ഡോക്ടർ BR അംബേദ്കറുടെ പേരിലാണ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ജില്ല ഏതാണ്? കാസർഗോഡ്. സൊമിൻസായി ഉത്സവം ഏത് രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ജപ്പാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സാമൂഹിക നീതി വകുപ്പിൻ്റെ സഹായത്തോടെ സംസ്ഥാനത്ത് വയോജനങ്ങൾക്കായി നിലവിൽ വരുന്ന പെയ്ഡ് വാസസ്ഥലങ്ങൾ
ബയോ സെൻ്ററുകൾ. പൊതുജന സേവനത്തിനുള്ള ഓൺലൈൻ പോർട്ടലായ ഇ ഡിസ്ട്രിക്റ്റ് ഫലപ്രദമായി ഉപയോഗിക്കുന്നില്ലെന്ന പരാതിയെ തുടർന്ന് വിജിലൻസ് സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളിൽ നടത്തിയ പരിശോധന. ഓപ്പറേഷൻ സുതാര്യതയാണ്. ലക്ഷദ്വീപിലെ മിനിക്കോയിൽ സ്ഥാപിക്കുന്ന പുതിയ നാവികത്താവളം. INS ജഡായു. സ്വരാജ് ട്രോഫി 2022-23 മികച്ച ജില്ലാ പഞ്ചായത്ത്. തിരുവനന്തപുരം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേ പാലം ഏതാണ്? ഗുജറാത്തിലെ സുദർശൻ സേതുവാണ്. BBC-യുടെ പുതിയ ചെയർമാൻ ആരാണ്? സമീർ ഷായാണ്. ലോകബാങ്കിൻ്റെ ഗ്ലോബൽ എൻവയോൺമെൻറ്റ് ഫെസിലിറ്റിയുടെ ഇൻഡിപെൻഡൻസ് ഇവാലുവേഷൻ ഓഫീസ് ഡയറക്ടറായി അടുത്തിടെ നിയമിതരായ ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധ. ഗീതാ ബത്ര. 2024 ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി പ്രഖ്യാപിച്ച ആൻജിനോ ട്രിബ്യൂട്ട് പുരസ്കാരത്തിന് അർഹനായത്. സന്തോഷ് ശിവൻ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം. തളിപ്പറമ്പ്. ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനികാഭ്യാസമായ ധർമ്മ ഗാർഡിയൻ 2024 വേദി എവിടെയാണ്? രാജസ്ഥാൻ. കേരളത്തിലെ ആദ്യ കൂൺ ഗ്രാമം ഉദ്ഘാടനം ചെയ്ത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ നന്ദിയോടാണ്. പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതെന്നാണ്? 2024 ജൂലൈ 1 മുതലാണ്. സ്തനാർബുദം നേരത്തെ കണ്ടെത്തുന്നതും തടയുന്നതും ലക്ഷ്യമിട്ടുകൊണ്ട് സവേര പ്രോഗ്രാം ആരംഭിച്ച സംസ്ഥാനം. ഹരിയാന. 2024 G20 വിദേശകാര്യമന്ത്രിമാരുടെ മീറ്റിംഗിന് വേദിയാകുന്നത് എവിടെയാണ്? റിയോ ഡി ജനീറോ. ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് 2024 ജേതാക്കളായത് ഇന്ത്യൻ ആർമി. ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് 2024 വേദി എവിടെയാണ്? അത് നമ്മുടെ ജമ്മു ആൻഡ് ലഡാക്കിലാണ്. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച ചലച്ചിത്ര താരം ആരാണ്? കുമാർ സാഹ്നിയാണ്. രാജ്യത്താദ്യമായി ജില്ലാതല ആൻറ്റിബയോഗ്രാം പുറത്തിറക്കുന്ന സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ്. രാജ്യത്തെ ഏറ്റവും നീളമുള്ള റെയിൽവേ തുരങ്കപാത പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്. മുതിർന്ന പൗരന്മാർക്കായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും ഒരു കുടക്കീഴിലാക്കുന്നതിനായി നിലവിൽ വന്ന പദ്ധതി ഏതാണ്? അടൽ വയോ അഭ്യുദയ് യോജന. ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ ഓർമ്മയ്ക്കായി ലൈബ്രറി നിലവിൽ വരുന്ന ജില്ലാ കോടതി എവിടെയാണ്? പത്തനംതിട്ടയാണ്. 2024 38ാമത് മുലൂർ പുരസ്കാര ജേതാവ് ആരാണ്? കെ രാജഗോപാലാണ്. പരീക്ഷാ സമ്മർദ്ദം അനുഭവിക്കുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഹയർ സെക്കൻഡറി വിഭാഗം ആരംഭിച്ച ടെലി കൗൺസിലിംഗ് പദ്ധതി ഏതാണ്? വി ഹെൽപ്പ്. ഇന്ത്യയിലെ ആദ്യ വനിതാ പിച്ച് ക്യൂറേറ്റർ ആരാണ്? ജസീന്ത കല്യാണാണ്. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഇന്ത്യ ആഭ്യന്തരമായി വികസിപ്പിച്ച ChatGPT മാതൃകയിലുള്ള സംവിധാനം. ഹനുമാൻ. ഗൂഗിൾ പ്ലേ സ്റ്റോറിന് ബദലായി ഫിൻടെക് കമ്പനിയായ ഫോൺപേ പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ. ഇൻഡസ് ആപ്പ് സ്റ്റോർ. 2023 ഓഷ്യൻ ഗ്ലോബ് പായ്വഞ്ചിയോട്ട മത്സരത്തിൽ പങ്കെടുക്കുന്ന മലയാളി ധന്യ പൈലോ. മിഷൻ റെയിൻബോ 2024 എന്ന പേരിൽ 7 മേഖലകളുടെ വളർച്ച ലക്ഷ്യമാക്കിയിട്ടുള്ള 100 ദിന കർമ്മ പരിപാടി നടപ്പാക്കുന്ന ബാങ്ക് നമ്മുടെ കേരള ബാങ്കാണ്. സീറോ ഡിസ്ക്രിമിനേഷൻ ഡേ എന്നാണ് ആചരിക്കുന്നത്. അത് മാർച്ച് 1-നാണ്. അപ്പോൾ ഇത്രയും ചോദ്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കിയത്.